ഇതൊക്കെ ആളുകളെ പറ്റിക്കാൻ വേണ്ടി പൊട്ടന്മാരാക്കാൻ വേണ്ടി പറയാം കേട്ടോ. ഇതൊക്കെ ചർച്ചയിൽ വന്നിരുന്ന് വിളംബരം. ഫക്രുദ്ദീൻ അലി, ഒന്നും കാണാതെ ജി സുധാകരനെ പോലെ ഒരാൾ അമ്പലപ്പുഴയിൽ മത്സരിക്കില്ല. UDF അദ്ദേഹത്തിന് കൈ കൊടുക്കുമോ? കൊടുക്കാൻ സാധ്യതയുണ്ടോ? അവൻ കലക്കാൻ പോണ കലക്ക് കണ്ടോ? അല്ല, കൊടുക്കാനാണ് സാധ്യത. കാരണം അവർക്ക് ഭരണം നിലനിർത്താൻ ഇപ്പോൾ തന്നെ ഈ പഞ്ചായത്ത് ഇലക്ഷനിലൊക്കെ തന്നെ വലിയ വിജയം കാഴ്ചവെച്ചിട്ടുണ്ടെങ്കിലും ഒരു കോൺഫിഡൻസിൻ്റെ കുറവുണ്ട്. LDFിൻ്റെ പെർഫോമൻസ് എന്നുള്ള സംഭവം അവർ മുന്നിൽ കിടക്കുകയാണ്. ഈ CPM എന്നുള്ള പാർട്ടിയിൽ ശൈല ടീച്ചർ ആണെങ്കിലും സുധാകരനാണെങ്കിലും അവിടെ ആരുണ്ടെങ്കിലും അത് ആ പാർട്ടിയുടെ മിടുക്കാണ്. ദോഷമുണ്ടെങ്കിൽ ഗുണമുണ്ടെങ്കിൽ ആ പാർട്ടിയുടെ സിസ്റ്റത്തിന് മിടുക്കാണ്. അപ്പോൾ ശൈല ടീച്ചർ കോവിഡ് സമയത്ത് പിന്നെ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്നു. അവർ ആക്സിഡൻറ്റ് സൂപ്പർ സ്റ്റാറായി മാറി. സുധാകരൻ സഖാവ് ആ ഒരു സമയത്ത് അത്തരം തീരുമാനങ്ങൾ എടുത്തത് അത് പാർട്ടി തീരുമാനമാണ്. അത് പിണറായിക്ക് ബാധകമാണല്ലോ. പിണറായി ഒരിക്കലും പറഞ്ഞിട്ടില്ലല്ലോ എന്റെ തീരുമാനമാണ്. അതേ കഴിഞ്ഞ ദിവസം പിണറായി ഒരു അതിമാനുഷികനായി നയിക്കാൻ മറ്റാരും ഇല്ലാത്തതുകൊണ്ട് ഇളവ് കൊടുത്ത് 80-ാം വയസ്സിൽ വീണ്ടും മത്സരിപ്പിക്കേണ്ട ഞാനൊക്കെ ഇവിടെ സമാധാനമായിട്ട് കഴിയുന്നത് നിനക്കൊന്നും സഹിക്കില്ലല്ലേ? മൂപ്പരെ പോലുള്ള ഒരാളെ മാറ്റി നിർത്താൻ പറ്റില്ല. നീ പറഞ്ഞില്ല, നിങ്ങൾ നേരത്തെ ശൈല ടീച്ചർ മറ്റേ നമ്മളെ ഗോവിന്ദ മാഷ ഭാര്യനെ പറ്റി എന്താന്ന് പറഞ്ഞല്ലോ. കണ്ണൂർ നമുക്ക് അത്യാവശ്യം ബന്ധങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. ഈ ഗോവിന്ദ മാഷക്കാട്ടും നല്ല ബോധവും വിവരമുള്ള കേഡറാണ് അവരെ പക്ഷേ ആ ഒരു മെയിൻ സ്ട്രീമിലേക്ക് അങ്ങനെ വന്നില്ല എന്നുള്ളൂ. ഗോവിന്ദ മാഷ് തന്നെ ഈ MP രാഘവൻ പാർട്ടി ഉണ്ടായപ്പോൾ മുമ്പ് ഒരു ബുദ്ധിജീവിയാണല്ലോ. ഒരുപാട് ആലോചിച്ച് അങ്ങനെ ഒരു കൺഫ്യൂഷൻ അടിച്ചേക്കുമ്പം അന്ന് കൃത്യമായിട്ടൊരു തീരുമാനം ഏത് രീതി എടുക്കണം എന്ന് മൂപ്പരായിട്ട് സംസാരിച്ച് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ടീച്ചറാണ്. അവർ നല്ലൊരു കേട്ടറാണ്. ഇപ്പം അടുത്തത് നിങ്ങൾ വേറെ നിങ്ങൾ ശൈല ടീച്ചറിനെ പറ്റി പറഞ്ഞു. നിങ്ങളെന്താ പറയുന്നത്? ശൈല ടീച്ചർ അവർക്ക് മാർക്സസ് അവാർഡൊക്കെ കിട്ടി, വലിയ സംഭവമാണ്. അങ്ങനെയുള്ള ശൈല ടീച്ചർ എവിടെ മത്സരിക്കേണ്ടത്? ഈ മട്ടന്നൂർ പോലെ ഞാനാ സുരേഷിന് അത്യാവശ്യം വില, എനിക്കൊന്നും ഒരു വിലയില്ല. ഞാൻ പോയി എന്നാൽ പോലും ജയിക്കുന്ന സ്ഥലമാണ് ഈ പറയുന്ന മട്ടന്നൂർ എന്ന് പറഞ്ഞ സ്ഥലം. ശരി, അവിടെ പോയിട്ടാണ് ടീച്ചർ ജയിക്കേണ്ടത്. ഈ കോൺഗ്രസിൻ്റെ ഒരു എന്താണ് പറയുക, കോട്ടയിൽ പോയിട്ട് അവരുടെ ഇമേജ് കൊണ്ട് കോൺഗ്രസ്സുകാരുടെയും BJPക്കാരുടെയും കേരള കോൺഗ്രസിൻ്റെയും ലീഗാൻ്റെ ഒക്കെ വോട്ട് മേടിച്ച് ടീച്ചർ ജയിച്ചു വരുമ്പോഴേ നിങ്ങളീ പറയുന്ന കാര്യം തെളിയിക്കാൻ പറ്റുള്ളൂ. പറയുന്ന തിയറി അനുസരിച്ചാണെങ്കിൽ നമുക്ക് പിണറായി വിജയനെ അടുത്ത തവണ പുതുപ്പള്ളി മത്സരിപ്പിക്കണം, അതല്ലെങ്കിൽ പറവൂർ മത്സരിപ്പിക്കണം. അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ഒരു സീറ്റ് അധികം. ജയശങ്കർ, ഇവിടെ നമ്മുടെ ഫക്രുദ്ദീൻ ആളൊരു വലിയ തമാശക്കാരനുണ്ട്. ശൈലജ ടീച്ചർ പേരാവൂരാണ് മത്സരിക്കേണ്ടത്. കാരണം മട്ടന്നൂർ പോലത്തെ ഒരു സ്ഥലത്ത് ആരെന്നാലും ജയിക്കും. ഇപ്പം ഞാൻ മത്സരിച്ചപ്പോലും ജയിക്കും. ഫക്രുദ്ദീനോ സുരേഷ് കുമാറോ മത്സരിച്ചാലും ജയിക്കും. ചിഹ്നം അരിവാൾ ചുറ്റിക നക്ഷത്രമായിരിക്കണമെന്ന് മാത്രം. കുഴപ്പമായ നീ എന്തിനാണെന്ന് പറയാൻ പോയത്? എങ്കിൽ ഫക്രുദ്ദീൻ എന്തുകൊണ്ടാണ് ഈ മുഹമ്മദ് റിയാസിനെ CPM ഒരിക്കലും തോൽക്കാത്ത ബേപ്പൂരിൽ മത്സരിപ്പിക്കുന്നത്? അദ്ദേഹത്തെ വേങ്ങരയിൽ നിർത്തിക്കൂടെ? കുഞ്ഞാലിക്കുട്ടിയെ തോപ്പിച്ച് വിജയശ്രീ ലാളിതനായിട്ട് വരട്ടെ. മുസ്ലിം ലീഗിന് വലിയ തിരിച്ചടിയാവുമല്ലോ. അതെന്താ ചെയ്യാത്ത? കോഴിക്കോട് ജില്ലയിൽ തന്നെ കൊടുവള്ളിയിൽ മത്സരിപ്പിക്കാമല്ലോ, അതുമല്ലെങ്കിൽ തിരുവമ്പാടിയിൽ മത്സരിപ്പിക്കാമല്ലോ. എന്തുകൊണ്ടാണ് യാതൊരു റിസ്ക്കും വേണ്ടാത്ത കോഴിക്കോട് ജില്ലയിലെ മട്ടന്നൂർ അല്ലെങ്കിൽ കല്യാശ്ശേരി എന്ന് പറയാവുന്ന ബേപ്പൂരിൽ മത്സരിപ്പിക്കുന്നത്? എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ട്? ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ഉത്തരം പറയണ്ട, ആലോചിച്ച് പതുക്കെ ഉത്തരം കണ്ടുപിടിച്ച് സ്വയം അവനോട് തന്നെ പറഞ്ഞാൽ മതി. ഇതൊക്കെ ആളുകളെ പറ്റിക്കാൻ വേണ്ടി പൊട്ടന്മാരാക്കാൻ വേണ്ടി പറയാം കേട്ടോ. ഇതൊക്കെ ചർച്ചയിൽ വന്നിരുന്ന് വിളംബരുത്. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. അയ്യോ, കഴിഞ്ഞില്ല. അദ്ദേഹം പാർട്ടിയിൽ നിന്ന് ഒഴിവായി അതിനുശേഷം പാർട്ടിയോട് സ്നേഹം ആരൊക്കെയായിട്ടാണ് ഉപമിക്കുന്നത്? ലെനിനുമായിട്ടും മാവോമായിട്ടും ഫിഡൽ കാസ്ട്രോ ആയിട്ടൊക്കെയാണ് അദ്ദേഹം സ്വയം ഉദാഹരിക്കുന്നത്. എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അത്ര വലിയ സൈദ്ധാന്തികമായ സംഭാവനകളോ അല്ലെങ്കിൽ സംഘാടകൻ എന്നുള്ള രീതിയിലുള്ള ഒന്നും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനോ കൊടുത്തൊരു നേതാവൊന്നുമല്ല. അത് ശരി. കൂട്ടുത്തരവാദിത്തത്തിൽ പ്രവർത്തിച്ചു, അത് കൊടുത്ത ജോലി സുസ്ഥിരമായ രീതിയിൽ ചെയ്തു എന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ വേറെ എന്താണ് ഈ ജി സുധാകരൻ ചെയ്തത്? അപ്പൊ ജി സുധാകരനെ ഓരോന്നോരോന്ന് പരിശോധിക്കണം. അപ്പൊ ജി സുധാകരൻ എവിടെയാണ് നിൽക്കുന്നത്? തീർച്ചയായും. കാരണം എപ്പോഴും ഞാൻ പറയാറുള്ളത് പോലെ എക്സ് കമ്മ്യൂണിസ്റ്റ് ഈസ് ദ വേഴ്സ്റ്റ് കമ്മ്യൂണിസ്റ്റ്. കമ്മ്യൂണിസ്റ്റിൽ നിന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ, പാർട്ടിയിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞാൽ ഈസ് ദ വേഴ്സ്റ്റ് കമ്മ്യൂണിസ്റ്റ്. അത് ന്യായം. പാർട്ടിക്കൊരു ഘടനയുണ്ട്, പാർട്ടിക്കൊരു നിയമമുണ്ട്, പാർട്ടിക്കൊരു നിയമാവലിയുണ്ട്. അതിനനുസരിച്ചിട്ടാണ് ഓരോ പാർട്ടി മെമ്പർമാരും പ്രവർത്തിക്കേണ്ടുന്നത്. അത് ജി സുധാകരനാണെങ്കിലും ശരി, അതിനേക്കാളും മുതിർന്ന നേതാവാണെങ്കിലും ശരി, ആരായാലും. ജി സുധാകരന്റെ ചോദ്യം, പിണറായി വിജയൻ ഇളവ് കിട്ടുമെങ്കിൽ തോമസ് ഐസക്കിന് നിങ്ങൾക്ക് പാർലമെന്റിലേക്ക് മത്സരിപ്പിക്കാൻ കഴിയുമെങ്കിൽ ആരോഗ്യമുള്ള, മത്സരിക്കാൻ ആഗ്രഹമുള്ള എന്നെ എന്തുകൊണ്ട് പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ട് മറ്റുള്ളവർക്ക് ഇളവും എനിക്ക് അവഗണനയും എന്നുള്ളതാണ്. അപ്പൊ പരിഗണിച്ചവരുണ്ടല്ലോ പാർട്ടിയിൽ. അതെ, അതാണ് എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്തത്.
പരിഗണിച്ച്. അതാണ് ഞാൻ പറഞ്ഞത്, പാർട്ടിയുടെ നേതൃസ്ഥാനത്ത് നിന്ന് പാർട്ടിയെ നയിക്കുന്നതാണ് പിണറായി വിജയൻ. അതുകൊണ്ടാണ് പിണറായി വിജയന് ഇളവ് കൊടുത്തത്. അത് ശരി. പാർലമെന്റിലേക്ക് മത്സരിക്കാൻ തോമസ് ഐസക്കിനെ ചുമതലപ്പെടുത്തിയതിന്റെ പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം ഒരു സാമ്പത്തിക വിദഗ്ധനായതുകൊണ്ടും അദ്ദേഹം നടപ്പിലാക്കിയ കിഫ്ബി പോലുള്ള പദ്ധതികളും ഈ അദ്ദേഹത്തിൽ നിന്ന് സൈദ്ധാന്തികമായ ഒരുപാട് കാര്യങ്ങൾ കേരളത്തിന് കിട്ടാനുള്ളത് കൊണ്ടും അത് പൊതുസമൂഹത്തിന് ആവശ്യമാണെന്നുള്ളതും കൊണ്ടുമാണ് മികച്ച പൊതുമരാമത്ത് മന്ത്രി എന്ന പാർട്ടി കൈയടിച്ച പാർട്ടി കണ്ടെത്തിയ മിനിസ്റ്റർ ആയിരുന്നു ജി സുധാകരൻ. അല്ലാന്ന് പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? തമ്മിൽ ആരാണ് ഏറ്റവും ഉയർന്നത്, അല്ലെങ്കിൽ 1 മാർക്കോ 2 മാർക്കോ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുന്നോ എന്നൊക്കെ അനുസരിച്ച് ഇത് ആൻസർ പേപ്പർ നോക്കുമെന്നല്ലോ പരീക്ഷയ്ക്ക്. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? എല്ലാവരും കൂട്ടുത്തരവാദിത്തത്തിൽ പെരുമാറുന്നവരാണ്. ആ ക്യാബിനറ്റിന്റെ ഉത്തരവാദിത്തത്തിൽ പെരുമാറുമ്പോൾ എല്ലാവരും മികച്ച പ്രകടനം തീർച്ചയായിട്ടും ഉണ്ടാവാറുണ്ട്. അല്ലാതെ ഒരാൾ മികച്ചത് ഒരാൾ മോശം അങ്ങനെയൊക്കെയുള്ള ഒരു കാഴ്ചപ്പാട് തെറ്റാണ്. അതൊരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയാണ്. ശ്രീ ജിൻഡോ ജോൺ 7 തവണ മത്സരിച്ചു, അതിൽ 4 തവണ ജയിച്ചു. അത് മാത്രമല്ല, പല രീതിയിൽ നോക്കൂ, നഗരസഭാ കൗൺസിലർ ആയിരുന്നു, ജില്ലാ കൗൺസിൽ അധ്യക്ഷൻ, അങ്ങനെ നൽകാൻ പാർട്ടിക്ക് പരിഗണിക്കാൻ കഴിയുന്ന രീതിയിലൊക്കെ പരിഗണിച്ചു. പുതുമുഖങ്ങൾക്ക് വഴി മാറേണ്ടേ നേതാക്കൾ? മറുപടി ഉടനെ വേണം. പുതുമുഖങ്ങൾക്ക് വേണ്ടിയിട്ട് സീനിയർ നേതാക്കന്മാർ മത്സര രംഗത്തുനിന്ന് മാറി നിൽക്കുന്ന ഒരു നല്ല മാതൃകയാണ്. ഒരു തർക്കവും എനിക്ക് ആ കാര്യത്തിലില്ല. പക്ഷേ അത് കേരളത്തിലെ എല്ലാ സംഘടനകൾക്കും എല്ലാ സ്ഥലങ്ങളിലും വേണം. അത് നമ്മുടെ ധർമ്മടത്തുള്ള DYFI നേതാക്കന്മാർക്ക് അവസരം കിട്ടണം. ടേം വ്യവസ്ഥയ്ക്ക് ബദലായിട്ട് അതീതമായിട്ട് പിണറായി വിജയന് കൊടുക്കുന്ന പരിഗണന മാറ്റിയിട്ട് അവിടുത്തെ ഒരു DYFI നേതാവിനെ മത്സരിപ്പിക്കണം. അത് ഞാനല്ലേ തളിപ്പറമ്പിൽ സംസ്ഥാന സെക്രട്ടറി മാറുമ്പോൾ ഭാര്യയ്ക്ക് സീറ്റ് കൊടുക്കാതെ മറ്റൊരു DYFI നേതാവിന് കൊടുക്കണം. ഇവൻ ശരിയല്ല. ണെങ്കിൽ മറ്റൊരു വനിതാ സുധാകരൻ എന്റെ അറിവിൽ 7 തവണ മത്സരിച്ചു. ധർമ്മടത്ത് മാത്രമല്ല, കൂത്തുപറമ്പിലും പിണറായി വിജയൻ 6 തവണയും മത്സരിച്ചു. ആ രീതിയിലും ജി സുധാകരന് കൂടുതൽ അവസരം കിട്ടി. അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ജി സുധാകരനോട് പ്രത്യേക പരിഗണന തോന്നിയിട്ടല്ല പാർട്ടി കൊടുക്കുന്നത്. ജി സുധാകരനെ മത്സരിപ്പിച്ചാലേ ജയിക്കൂ എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന് ആ പരിഗണന പാർട്ടി കൊടുത്തത്. പാർട്ടിയുടെ ആവശ്യമായിരുന്നു അദ്ദേഹത്തിന് കൊടുത്ത പരിഗണന. അതിനപ്പുറത്ത് അദ്ദേഹത്തിന് 7 തവണ അവസരം കൊടുത്തു എന്നുള്ള പരിഗണനയെ ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ ഈ ടേം വ്യവസ്ഥ ജി സുധാകരന് മാത്രം ആപ്ലിക്കബിൾ ആണ് എന്ന് പറഞ്ഞാൽ അത് ശരിയാണോ? പ്രായപരിധി ജി സുധാകരന് മാത്രം ആപ്ലിക്കബിൾ ആണ് എന്ന് പറഞ്ഞാൽ ശരിയാകുമോ? അത് പിണറായി വിജയൻ എന്താ ബാധകമാകാത്തത്? ജി സുധാകരനും പിണറായി വിജയനും വ്യത്യസ്ത തലത്തിലാണ് പ്രവർത്തിച്ചത്. രണ്ടുപേരുടെയും സമര പോരാട്ട ചരിത്രം ഒരുപോലെ തന്നെയല്ലേ? അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. അതോ ജി സുധാകരന്റെ പാർട്ടി വേറെയും പിണറായി വിജയന്റെ പാർട്ടി വേറെയുമാണോ? അതോ പിണറായി വിജയന്റെ പാർട്ടി കുടുംബ സ്വത്താണോ ഈ പാർട്ടി? അല്ലെങ്കിൽ ആൾക്കൂട്ടം കൂടിയിട്ട് സോഷ്യൽ മീഡിയയിലുള്ള ഇതുപോലെ മുഖമില്ലാത്ത സൈബർ സംഘങ്ങൾ, കടന്നൽ കൂട്ടങ്ങൾ ജി സുധാകരനെ അറ്റാക്ക് ചെയ്തപ്പോൾ അത് ചെയ്യരുതെന്ന് പറയാൻ ആരെങ്കിലും ഉണ്ടായോ? അത് ചെയ്യരുതെന്ന് മമ്മൂട്ടിയോട് മാപ്പ് പറഞ്ഞ പിണറായി വിജയൻ ജി സുധാകരന്റെ പരിവേദനങ്ങൾ കേൾക്കാതെ പോയത് എന്തുകൊണ്ടാണ്? ജി സുധാകരൻ പിണറായി വിജയന്റെ മോഷണത്തിന്, കൊള്ളയ്ക്ക്, തട്ടിപ്പിനൊക്കെ കൂടെ നിൽക്കാത്തത് കൊണ്ടാണ് അദ്ദേഹത്തിന് അവഗണന ഉണ്ടായത്. അദ്ദേഹത്തിന് സൈബർ ലിഞ്ചിങ്ങിന് വിട്ടുകൊടുത്തുകൊണ്ട് പിണറായി വിജയൻ കണ്ടു ചിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് പിണറായി വിജയൻ ഒരിക്കലും ജി സുധാകരനോട് ഒരു മാപ്പ് പറയാൻ തോന്നാത്തത്, ആ സഖാവിനെ കൂട്ടിപ്പിടിച്ച് നിർത്താൻ തോന്നാത്തത്. യഥാർത്ഥ സഖാക്കന്മാരുടെ ഇടയിൽ പ്രവർത്തിച്ച താഴെ തട്ടിലുള്ള പ്രവർത്തകരോടൊപ്പം നിന്ന നല്ല മാർക്സിസ്റ്റ് പാർട്ടിക്കാരനെ കൂട്ടിപ്പിടിക്കാനായിട്ട് മാപ്പ് പറയാൻ പിണറായി വിജയൻ ശീലിക്കാത്തത് കൊണ്ടാണ് ജി സുധാകരന് പത്രസമ്മേളനം വിളിച്ച് പുറത്തു വരേണ്ടി വന്നത്. അങ്ങനെ പറയരുത്. പിന്നെ എങ്ങനെ പറയണം? മന്ത്രിസ്ഥാനം കൊടുത്തത് കൊണ്ട് അഴിമതി നടത്താനോ സ്വജനപക്ഷപാതം നടത്താനോ മാസപ്പടി വാങ്ങാനോ അല്ല അദ്ദേഹം മത്സരിക്കുന്നത്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തെ റദ്ദ് ചെയ്യുന്നവർക്കെതിരായിട്ടുള്ള പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ്. അത് നീ എന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് കുത്തിയതല്ലേ? അല്ല, ഡയറക്റ്റ് ആയിട്ട് കുത്തിയതാ. അല്ലാതെ അദ്ദേഹത്തിന് ഏതെങ്കിലും അഴിമതി നടത്തിയതിന്റെ ചീത്തപ്പേരുണ്ടോ? മാസപ്പടി വാങ്ങിയതിന്റെ, പിൻവാതിൽ നിയമനത്തിന്റെ, സ്വജനപക്ഷപാതത്തിന്റെ ചീത്തപ്പേരുണ്ടോ? അങ്ങനെ ഒന്നുമില്ലാത്ത ഒരു മനുഷ്യൻ മത്സരിക്കണമെന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പോരാട്ടത്തിന്റെ പുതിയ കാലഘട്ടത്തിന് പോർമുഖം തുറക്കുന്നതാ. ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവാ, നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.